നമസ്കാരം. നമ്മുടെ ഈ വീഡിയോ പരമ്പരയിൽ ഈ വീഡിയോയും അടുത്ത ഒരു വീഡിയോയും കൊണ്ട് നമ്മുടെ ജനകേന്ദ്രങ്ങളിലൂടെ രാജ്യത്തെ ഒരു വികസിത ക്ഷേമ രാഷ്ട്രമാക്കി ആർക്കും 5 പൈസ പോലും സൗജന്യം കൊടുക്കാതെ ജനങ്ങൾ പണം നേരിട്ട് മുടക്കാതെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ജനകേന്ദ്രങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിനെ പറ്റി ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഈ വീഡിയോയും അടുത്ത വീഡിയോയും പറഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയതിന് ശേഷം പിന്നീട് അതേപ്പറ്റി മറ്റു പല വീഡിയോകൾക്കും ശേഷമായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പാരമ്പര്യമായിട്ടെന്ന് പറയുന്നത് പോലെ വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് പുരുഷന്മാർ പൊതുവെ കൃഷിയിലും സ്ത്രീകൾ വീടിനുള്ളിലെ അടുക്കള ജോലികളിലും മുഴുകിപ്പോയിരുന്നൊരു സമ്പ്രദായമായിരുന്നു. ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ഇത് രണ്ടും വളരെയേറെ മാറ്റം വന്നു. ഇന്നത്തെ പുതുതലമുറയിൽ ആൺകുട്ടികൾക്ക് കൃഷിഭൂമിയിൽ ഒതുങ്ങി നിൽക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചട്ടക്കൂടിനും ബുദ്ധിമുട്ടുകൾക്കും അതിൻ്റെ ഒരു നിഷ്ഫലതയിലും ഒക്കെ ഒതുങ്ങി നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് അടുക്കളയിൽ ഒതുങ്ങി നിൽക്കാനും താല്പര്യമില്ല. എന്ന് മാത്രമല്ല, ഇത് രണ്ടും ഒരു സാമൂഹ്യമായ കാര്യമായ ബന്ധങ്ങളില്ലാതെയും മനുഷ്യൻ്റെ ഒരു സ്വതസിദ്ധമായ അവൻ്റെ ഒരു സമൂഹവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന സന്തോഷങ്ങളിൽ നിന്നുമൊക്കെ അകന്നു നിൽക്കുന്നതുമായ ഒരു മേഖലകളാണ്. ഇത് രണ്ടും നമ്മുടെ പുതിയ ജനകേന്ദ്രത്തിൽ മാറണം. അതായത് കൃഷിഭൂമി ഇനി കൃഷി ഒരു ഒറ്റ കമ്പനിയുടേതാകണം. അവിടെ മണ്ണിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും അതിൽ അവകാശം ഷെയർ ഉണ്ടായിരിക്കണം. അവർ ഒന്നിച്ച് ഒരൊറ്റ കൃഷിയായിട്ട് ചെയ്യുകയും ഒരു എല്ലാ തരം കൃഷികളും ഒരു സമൂഹത്തിന് ആവശ്യമായ എല്ലാത്തരം കൃഷികളും കൂടി ചെയ്യുന്ന ഒരു തരം ഹോളിസ്റ്റിക് ഫാമിംഗ് ആണ് അവിടെ നടത്തേണ്ടത്. അപ്പോൾ അവിടെ അവർക്ക് ഇന്ന് കർഷകർ പൊതുവെ അവർക്ക് വില കിട്ടുന്നില്ല, അല്ലെങ്കിൽ പലപ്പോഴും കൃഷി പരാജയമായി പോകുന്നു എന്നൊക്കെ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അവർക്ക് ഒന്നിച്ച് നിന്ന് പരിഹാരം കാണാൻ സാധിക്കും. ആ ഒരു ജനകേന്ദ്രത്തിനുള്ളിലല്ല, ഇങ്ങനെ ഓരോ ജനകേന്ദ്രത്തിലും ഇങ്ങനെ ഒരു കൃഷി കമ്പനി ഉണ്ടാവുകയും അവയുടെ, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൊന്ന് സൂചിപ്പിച്ചു, അവയുടെ ഒരു യൂണിയൻ രാജ്യത്ത് മൊത്തം എന്ന് പറഞ്ഞ അർത്ഥം അവയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഐക്യം രാജ്യത്ത് മൊത്തം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ കർഷകരുടെ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവും. എന്ന് മാത്രമല്ല, ഇനി നമുക്ക് നമ്മുടെ അടുക്കളയിലാണെങ്കിൽ എല്ലാം ടെക്നോളജി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി കൃഷിയിലും ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യാനേ സാധ്യമാവുകയുള്ളൂ. അതിന് ഓരോരോ കർഷകനും അവൻ്റെ വീടിന് ചുറ്റും അല്പം സ്ഥലവുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് പലപ്പോഴും സാധ്യമാകാതെ വരും. അത് ഏറ്റവും നല്ല ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യാനും മാർക്കറ്റിനെ പറ്റി വളരെ കൃത്യമായ പഠനങ്ങൾ നടത്തി, ഇന്നത്തെ മാർക്കറ്റ് മാത്രമല്ല ഇനി ഭാവിയിലെ മാർക്കറ്റിനെ പറ്റിയും കൃത്യമായ പഠനങ്ങൾ നടത്തി നല്ല രീതിയിൽ കൃഷി ചെയ്തു പോകണമെങ്കിൽ അതിൽ സസ്യങ്ങളും മൃഗം വളർത്തലും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതൊറ്റ കൃഷി കമ്പനിയാകണം. കൃഷിയിൽ താല്പര്യമുള്ളവർ, മണ്ണിൽ പണിയെടുക്കാൻ താല്പര്യമുള്ളവരെല്ലാം അതിൻ്റെ ഉടമകളായി അതിൽ പങ്കാളികളാവുകയും ചെയ്യണം. അതേസമയം ഇന്ന് നമുക്കറിയാം, വർഷങ്ങളായിട്ട് ചില കുടുംബങ്ങളിൽ കൃഷിഭൂമി ഹെക്ടറുകളോളം കൃഷിഭൂമി അവരുടേതാണ്. അവരെല്ലാവരും തന്നെ ഗവൺമെൻറ് ജോലിയിലോ വിദേശ ജോലിയിലോ ഏർപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും സമൂഹത്തിൽ ഇനീക്വാളിറ്റി വരുന്നു എന്ന് മാത്രമല്ല, പലപ്പോഴും അവരുടെ ഭൂമിയിൽ നേരെ കൃഷി ചെയ്യാതെ ഇടുകയും അതേസമയം ഒത്തിരി പാവങ്ങളായ മനുഷ്യർ അല്പം കൃഷി ചെയ്ത് എന്തെങ്കിലുമൊക്കെ വിളവുണ്ടാക്കാൻ അവർക്ക് ഭൂമിയില്ലാതെ വരുന്ന ഇത്തരം എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഇനി ഓരോരോ വീടുകളിലും അടുക്കളയും ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, എല്ലാവർക്കും ഇനിയിപ്പോൾ സാമൂഹ്യമായ ഒരുതരം മറ്റുള്ളവരോടൊപ്പം ചെയ്യുന്ന സന്തോഷം അനുഭവിക്കുകയും അതുകൊണ്ട് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഉള്ള ജോലികൾ ചെയ്യാനാണ് എല്ലാവർക്കും താല്പര്യം. അത് സ്വാഭാവികമായ ഒരു സമൂഹത്തിൻ്റെ വളർച്ചയാണ്.
അതുകൊണ്ട് തന്നെ നമ്മുടെ ഇനി വീടുകളിൽ അടുക്കള വേണ്ട. ഒരു ജനകേന്ദ്രത്തിനൊരു അടുക്കള ഒന്ന് എന്ന് ഞാൻ പറയുന്നത് ജനകേന്ദ്രത്തിന് അടുക്കള, അതൊരു 1, 2, 3, 4 ഒരു 3, 4 ഒക്കെ ആകുന്നതാണ് നല്ലത്. അത് ചെയ്യേണ്ടത് എങ്ങനെയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനകേന്ദ്രം തന്നെ അതിനെല്ലാ സൗകര്യങ്ങളോടും കൂടിയ ബിൽഡിങ് ഉണ്ടാക്കി കൊടുക്കണം. അത് വെറുതെ ഒരു ബിൽഡിങ് മാത്രമല്ല, അവിടെയായിരിക്കണം ആ ജനകേന്ദ്രം മുഴുവൻ ആളുകളുടെയും ആരോഗ്യം നിലനിർത്താൻ വേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അതിനുള്ള സംവിധാനങ്ങളും ഓഫീസുകളും അവിടെ ഡയറ്റീഷ്യൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ പരിശോധിക്കാനുള്ള ലാബ് ഉണ്ടായിരിക്കണം. അതെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. അതായത് ഒന്നിൽ കൂടുതൽ അടുക്കള ഉള്ളപ്പോഴും അതൊരൊറ്റ ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഒരൊറ്റ പ്രമിസിൽ ഒറ്റ സ്ഥലത്ത് തന്നെ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ യഥാർത്ഥമായ ഗുണങ്ങൾ മനുഷ്യന് കിട്ടുകയുള്ളൂ. അത് വെറുതെ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വെറുതെ സാമൂഹ്യമായൊരു ജോലി ചെയ്യാൻ വേണ്ടി മാത്രമല്ല. ഈ അടുക്കള ഒരു ജനകേന്ദ്രത്തിൻ്റെ ഒറ്റ അടുക്കള, ഒറ്റ എന്ന് പറഞ്ഞ അർത്ഥം ജനകേന്ദ്രത്തിൻ്റെ എല്ലാം കൂടിയുള്ള അടുക്കള 2, 3, 4 അടുക്കള എന്ന് പറയുമ്പോൾ അതിന് ഒരു പല പല ഗുണങ്ങളുണ്ട്. അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു 8-10 ഗുണങ്ങൾ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് നമുക്കറിയാം, ഇപ്പം സ്ത്രീകൾ പുറത്ത് ജോലിക്ക് പോകുന്നു. അപ്പോൾ അവർക്ക് സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ അടുക്കള ജോലി ചെയ്യുന്നത് സാധിക്കുന്നില്ല. ചെയ്യുന്നതിന് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം. രണ്ടാമത്, പലരും ഒരിക്കലും ആരും ഇന്നുവരെ പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പുരുഷ ശാക്തീകരണത്തിന് ഇത് ആവശ്യമാണ്. ഇന്ന് പല കുടുംബങ്ങളിലും ഈ പുരുഷന്മാർക്ക് ഭക്ഷണത്തിന് വേണ്ടി സ്ത്രീകളെ ആശ്രയിക്കേണ്ടി വരുന്നതുകൊണ്ട് അവർക്ക് പലപ്പോഴും അവരുടേതായ ഈ സ്ത്രീകളുടെ നിയന്ത്രണങ്ങൾക്കും കീഴ്പ്പെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് പല കുടുംബങ്ങളിൽ. ഇന്ന് മാത്രവുമല്ല, പലരും അധ്വാനിച്ച് വീട്ടിലേക്ക് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞ് അത് നേരെ പാകം ചെയ്ത് കിട്ടാത്തതുകൊണ്ടും അല്ലെങ്കിൽ പാകം ചെയ്ത് കിട്ടുമ്പോൾ തന്നെ അവരുടെ പെരുമാറ്റ പ്രശ്നങ്ങളിലുമൊക്കെ അത് കഴിക്കാൻ മനസ്സ് വരാതെയുമൊക്കെ വിശന്ന് നടക്കുകയോ മറ്റ് ഹോട്ടലുകളെയോ ഒക്കെ ആശ്രയിക്കേണ്ടി വരുന്നു. എന്ന് വിചാരിച്ച് ഹോട്ടലുകളിൽ പോയി ദിവസവും ഭക്ഷണം കഴിച്ച് ജോലിക്ക് പോകുന്ന ധാരാളം പുരുഷന്മാരുണ്ട്. അവരെല്ലാം ഈ പ്രശ്നമല്ല, മറ്റൊരു വലിയ പ്രശ്നം കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് കുടുംബങ്ങളിൽ ഒരു ധാരണ, ധാരാളം പ്രത്യേകിച്ച് തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ ഒരു ധാരണ നിലനിൽക്കുന്നുണ്ട്. അതായത് പുരുഷന്മാർ കട്ടിപ്പണിയെടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടി ഭക്ഷണവും കൂടി അവിടെ രാവിലെ പാകം ചെയ്യാൻ സ്ത്രീകൾക്ക് സാധിക്കുകയില്ല. അത് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം നോക്കണം. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ഭക്ഷണം, രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കണം. അവർക്ക് ചോറ്, ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം പൊതികെട്ടി കൊടുത്തു വിടണം. അതിനിടയ്ക്ക് സ്ത്രീകൾക്കും പലപ്പോഴും ജോലിക്ക് പോകേണ്ട ആവശ്യം, ഏതെങ്കിലും കൂലിപ്പണിയായാൽ പോലും ജോലിക്ക് പോകേണ്ട ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്കും ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വളരെ ലളിതമായ അല്ലെങ്കിൽ കട്ടിപ്പണിക്ക് ആവശ്യമായ ഭക്ഷണങ്ങളൊന്നും ആവശ്യം വരാറില്ല. പക്ഷേ അവർക്ക് അതുകൊണ്ട് ചോറും കറികളും ഒക്കെ കഴിച്ചിട്ട് പോകാൻ സാധിക്കും. പക്ഷേ പുരുഷന്മാർക്ക് അങ്ങനെ കട്ടിപ്പണി ചെയ്യുന്ന, പറമ്പിൽ അധ്വാനിക്കുന്ന പുരുഷന്മാർക്ക് അത് കഴിച്ച് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിലനിൽക്കുന്ന ഒരു ധാരണ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ ഹോട്ടലുകളിൽ നിന്ന് കഴിക്കുക. പക്ഷേ എന്താണ് ഈ പുരുഷന്മാർ ഈ ഹോട്ടലുകളിൽ നിന്ന് കഴിക്കുന്നത്? അവർക്കും അവിടെ നിന്ന് 2 ദോശയും 2 3 ദോശ കഴിച്ചിട്ട് പോയാൽ അവർക്ക് ജോലി സാധിക്കില്ല. അതിന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സ്ഥിരമായി നടക്കുന്ന കാര്യം, പൊറോട്ട എന്ന് പറയുന്ന, ഞങ്ങളുടെ നാട്ടിലൊക്കെ വർഷങ്ങളായിട്ട് മറ്റൊരു പേരും അതിന് പറയുന്നുണ്ട്, റബ്ബർ പിണ്ടി എന്ന് പറയുന്ന ഒരിക്കലും ദഹിക്കാത്ത, മനുഷ്യൻ്റെ ആരോഗ്യവും കളയുകയും ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ മൈദ കൊണ്ടുണ്ടാക്കുന്ന പൊറോട്ട എന്ന ഭക്ഷണമാണ് നമ്മുടെ സമൂഹത്തിൽ വളരെ ആഴത്തിലുള്ളൊരു ശീലമായിട്ട് കട്ടിപ്പണി ചെയ്യുന്ന ധാരാളം പുരുഷന്മാർ സ്ഥിരമായി കഴിക്കുന്നത്. അത് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അധികം പ്രായമാകുന്നതിന് മുമ്പേ പലവിധ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ മാറി പുരുഷന്മാർക്ക് സ്വതന്ത്രമായി ജീവിക്കാനും ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാനും ഒക്കെ സാധിക്കണമെങ്കിൽ ഈ ജനകേന്ദ്രത്തിൽ തന്നെ അടുക്കള ഉണ്ടാകുകയും അവിടുന്ന് ആവശ്യമായ ഭക്ഷണം ലഭ്യമാകുകയും ചെയ്യണം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ്.
നമ്മൾ പണ്ടൊക്കെ പറയും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ, രോഗങ്ങൾ വരാതിരിക്കണമെങ്കിൽ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. വീട്ടിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ ജോലിക്കൊക്കെ പോകുന്നിടത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എല്ലാം റെഡിമെയ്ഡ് വാങ്ങിക്കുകയാണ്. വളരെയധികം കുടുംബങ്ങളിൽ ഓർഡർ ചെയ്യുന്നു, ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നു. അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഭക്ഷണം അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാവുന്ന നൂഡിൽസോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന്, കൃത്രിമ സാധനങ്ങൾ, രാസവസ്തുക്കൾ ചേർന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഇന്ന് പല കുടുംബങ്ങളും ചെയ്യുന്നത്. അത് വളരെ എല്ലാ കുടുംബങ്ങളിലേക്കും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു സംഭവമുണ്ട്. എൻ്റെ ആ സുഹൃത്തിൻ്റെ ബന്ധുക്കളായ ഒരു ഭാര്യ, ചെറുപ്പക്കാരായ ഭാര്യയും ഭർത്താവും കൊച്ചു കുട്ടികളുമായ ഒരു കുടുംബം ജോലി കിട്ടി ബാംഗ്ലൂരിൽ ചെന്നു. അവർ രണ്ടുപേർക്കും ജോലിയാണ്. സൗകര്യത്തെ പ്രതി സ്ഥിരമായി പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ രണ്ടുപേരുടെയും കിഡ്നി തകരാറായി. രണ്ടുപേരും കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് കിഡ്നി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കിഡ്നി ലഭിക്കുന്നതിൻ്റെ പ്രശ്നമല്ല, ഒരു കുടുംബത്തിൻ്റെ വേദനയാണ്. അത്രയധികോ കുടുംബങ്ങളാണ് വളർന്നു വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സമയത്ത് ഭക്ഷണം കിട്ടാറില്ല പലപ്പോഴും, കാരണം സമയത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അതും മനുഷ്യൻ്റെ ആരോഗ്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മനുഷ്യൻ്റെ ആരോഗ്യം നിലനിർത്തണമെങ്കിലും ഇനിയിപ്പോൾ കുടുംബങ്ങളിൽ, വീടുകളിൽ അടുക്കള എന്നത് നിർത്തലാക്കി ജനകേന്ദ്രങ്ങളിൽ അടുക്കളയും അവിടെ നിന്ന് ഭക്ഷണം കുടുംബങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യാം. അപ്പോൾ അവിടെ രണ്ട് ചോദ്യങ്ങളുണ്ടാകാം. ഒന്നാമതായിട്ട്, അവിടെ ആരോഗ്യകരമായ ഭക്ഷണം ഉണ്ട് എന്ന് എന്തുറപ്പാണുള്ളത്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആ ഉറപ്പോടുകൂടിയുള്ള അടുക്കളകളായിരിക്കണം അവിടെ സ്ഥാപിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ഡയറ്റീഷ്യൻ ഉണ്ടായിരിക്കണം, ഭക്ഷണം പരിശോധിക്കാനുള്ള ലാബ് ഉണ്ടായിരിക്കണം. എന്ന് മാത്രമല്ല, ആ ജനകേന്ദ്രത്തിൽ എവിടെയൊക്കെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം പരിശോധിക്കാനുള്ള ഒരു കേന്ദ്രം കൂടിയായിട്ട് ഇത് മാറണം. രണ്ടാമത്തത്, ഈ ജനകേന്ദ്രം അടുക്കള എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കെല്ലാം ജനകേന്ദ്രത്തിന് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമോ? സൗജന്യമായിട്ടല്ല, സൗജന്യമായിട്ട് കൊടുക്കരുതൊന്നും. ഒരു സൗജന്യത്തെ ഞാൻ അനുകൂലിക്കുന്നില്ല. സൗജന്യം എപ്പോഴും അടിമകളെ സൃഷ്ടിക്കും. ഇത് ജനങ്ങൾക്ക് നേരിട്ട് ജനകേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ, മേൽനോട്ടത്തിൽ ഏറ്റവും ശുദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ജനങ്ങളത് കാശ് കൊടുത്ത് വാങ്ങുക ചെയ്യേണ്ടത്. അപ്പോൾ വീണ്ടും അടുത്ത പ്രശ്നം വരും. ഭക്ഷണം വാങ്ങിയാൽ വളരെ ചിലവാകും. ഭക്ഷണം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഇപ്പോഴും കുടുംബങ്ങൾ സാധനങ്ങൾ വാങ്ങി വീട്ടിൽ പാകം ചെയ്ത് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അത് ചിലവ് കുറവാണ്. ഭക്ഷണം വാങ്ങിയാൽ വില കൂടുതലാണല്ലോ എന്ന ഒരു പ്രശ്നം ഉണ്ടാകും. പക്ഷേ ജനകേന്ദ്രം അടുക്കളയിൽ അതുണ്ടാകില്ല. കാരണം അവിടെ സാധാരണ ഹോട്ടലുകളിലല്ല, വീടുകളിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങി പാകം ചെയ്ത് എടുക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ഭക്ഷണം കൊടുക്കാൻ സാധിക്കും. കാരണം അവിടെ ആ രീതിയിൽ ഒന്ന് ബൾക്കായിട്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. അതുപോലെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആ ജനകേന്ദ്രത്തിൽ ഈ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഈ ജനകേന്ദ്രം വഴി ഭക്ഷണം പാകം ചെയ്ത് നൽകണം. അപ്പോൾ രണ്ടു കൂട്ടർക്ക് ഗുണമാണ്. വില കുറഞ്ഞ സാധനങ്ങൾ ലഭിക്കും എന്ന് മാത്രമല്ല, കൃഷിക്കാർക്ക് അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ജനകേന്ദ്രത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യം പരിപാലിക്കാൻ സാധിക്കും. ഇനി അടുത്ത നേട്ടമെന്ന് പറയുന്നത്, വീട് നിർമ്മാണത്തിലെ ചിലവ് കുറവാണ്. ഇന്ന് എല്ലാ വീടുകളിലും അടുക്കള ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, ഒരു വീട്ടിലെ ഏറ്റവും ചിലവേറിയ നിർമ്മിതി എന്ന് പറയുന്നത് അടുക്കള നിർമ്മാണമാണ്. അതിപ്പോൾ വല്ല നൂഡിൽസ് വാങ്ങി ഉണ്ടാക്കാനോ വല്ല ചപ്പാത്തി ചൂടാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ചുരുക്കം ചില ജോലികൾക്ക് വേണ്ടിയാണ് ലക്ഷങ്ങൾ മുടക്കി ഓരോ വീട്ടിലും അടുക്കള ഉണ്ടാക്കിയിടുന്നത്. അതും പലരും കടമെടുത്തിട്ടായിരിക്കും. പിന്നീട് ആ കടവും പലിശയും എല്ലാം കൂടി അവരുടെ സ്വസ്ഥത കൂടുതൽ നശിപ്പിക്കുന്ന ഒരു സംഭവമായി ഇന്ന് അടുക്കള മാറിയിരിക്കുകയാണ്. ആ പ്രശ്നത്തിനും ഇത് പരിഹാരമാകും. ഇനി അടുക്കള വേണ്ട, ഓരോ വീട്ടിലും ഒരു ഭക്ഷണമുറി മതി. അവിടെ അത്യാവശ്യം വന്നാൽ അവിടെ എന്തെങ്കിലുമൊക്കെ ചൂടാക്കിയെടുക്കാൻ അതും സൗരോർജ്ജം ഉപയോഗിച്ച് ഒരു ഹീറ്റർ മതി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. മറ്റൊന്ന്, ഇനി അടുത്തത് നമ്മൾ പലപ്പോഴും ഇനിയും ചിന്തിക്കാത്ത ചില കാര്യങ്ങളുള്ളൂ ഇതിനകത്ത്. അതായത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും താമസിച്ച്
ചെല്ലുന്ന ഒരു പ്രശ്നമുണ്ട്. സ്കൂളിൽ കുട്ടികൾ താമസിച്ച് ചെല്ലുന്നു, ഓഫീസിൽ ജോലിക്കാർ താമസിച്ച് ചെല്ലുന്നു. അങ്ങനെ പല പല സ്ഥലങ്ങളിലും ചെല്ലേണ്ട സമയത്ത് ചെല്ലാൻ പറ്റാതെ വരുന്നു. അതിലെ ഒന്നാമത്തെ വില്ലൻ ഭക്ഷണമാണ്. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനുള്ള താമസം, ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം കൂടി പാകം ചെയ്ത് എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ താമസം വരുമ്പോൾ നമ്മുടെ നാട്ടിലെ രാജ്യത്ത് ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും ആളുകൾക്ക് സമയത്ത് ചെല്ലാൻ പറ്റാതെ സമയം പാലിക്കാതെ വരുന്നു. അതിനുള്ള പരിഹാരവും ഈ അടുക്കളയാണ്. പിന്നൊന്ന് നമുക്കറിയാം, ഈ രാവിലെ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ പൊതിഞ്ഞ് കെട്ടിപ്പോയി അതൊരു കുറേ തണുത്തും കേടായും ഒക്കെയാണ് ഉച്ചയ്ക്ക് കുട്ടികൾ ഉൾപ്പെടെ ഭക്ഷണം കഴിക്കുന്നത്. ഇതും പാടില്ല. ഇതിനുള്ള പരിഹാരവും നമ്മുടെ വില്ലേജ് അല്ലെങ്കിൽ ജനകേന്ദ്രം അടുക്കളകൾ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഞാൻ പറയുന്നത് കൂടാതെ നിരവധിയായ ഗുണങ്ങളുണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ജനകേന്ദ്രങ്ങൾ രൂപീകരിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനമായിട്ടും ഉണ്ടാകേണ്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, കൃഷി കമ്പനി. അതൊരു ഹോളിസ്റ്റിക് കൃഷിയായിരിക്കണം. അവിടെ എല്ലാ കൃഷിയോട് താല്പര്യമുള്ളവർക്കെല്ലാം അവിടെ മെമ്പർഷിപ്പ് ഷെയർ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ മക്കൾക്ക് അടുത്തത് കൃഷിഭൂമിയിലേക്ക് ഇറങ്ങാൻ കൃഷിഭൂമി ഇല്ല എന്നൊക്കെ ഉള്ള പരാതി ഉണ്ടാകുകയില്ല. അപ്പോൾ കൃഷിയിൽ താല്പര്യമുള്ളവർ ഉദ്യോഗസ്ഥരുടെ മക്കളായാലും ആരായാലും, ഉദ്യോഗസ്ഥരായാൽ പോലും അവരുടെ ജോലി രാജിവെച്ച് കൃഷിഭൂമിയിൽ ഇറങ്ങാൻ പറ്റും. കൃഷിഭൂമി ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വിഷയം അവിടെ വരുന്നില്ല. കൃഷിഭൂമി ഇല്ലാത്തതിൻ്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്ന അനേകം പാവങ്ങളുടെ പ്രശ്നങ്ങൾ മാറും. അതുപോലെ തന്നെ കൃഷിക്കാരുടെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾക്കും അത് പരിഹാരം ഉണ്ടാക്കും. അതുപോലെ തന്നെ ജനകേന്ദ്രം അടുക്കള ഉണ്ടാകുന്നതിലൂടെ ഈ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ജോലിക്കാർക്കും എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഓക്കെ, അടുത്ത ഒരു വീഡിയോ കൂടി നമ്മുടെ ജനകേന്ദ്രത്തെ പറ്റി ഞാൻ പറയുന്നതായിരിക്കും.